ഓം ശ്രീ ഗുരുഭ്യോ നമ. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 2 സാഖ്യയോഗ ശ്ലോകം 48. യോഗസ്ഥ ഗുരുകർമാണി സംഗം ത്യക്ത്വാ ധനഞ്ജയ സിദ്ധ്യസിദ്ധ്യോ സമോ ഭൂത്വാ സമത്വം യോഗ ഉച്യതേ. യോഗസ്ഥ കുരു കർമാണി സംഗം ത്യക്ത്വാ ധനഞ്ജയ സിദ്ധ്യസിദ്ധ്യോ സമഃ ഭൂത്വാ സമത്വം യോഗ ഉച്യതേ. യോഗസ്ഥ കുരു കർമാണി സംഗം ത്യക്ത്വാ ധനഞ്ജയ സിദ്ധ്യസിദ്ധ്യോ സമോ ഭൂത്വാ സമത്വം യോഗ ഉച്യതേ. ഹേ ധനഞ്ജയ, നീ യോഗസ്ഥനായി സംസാരസംഗം ത്യജിച്ച് കർമ്മം ചെയ്യുക. ഫലം സിദ്ധിക്കട്ടെ സിദ്ധിക്കാതിരിക്കട്ടെ, രണ്ടിലും സമചിത്തത പാലിക്കുക. ഈ സമചിത്തതയെ ആണ് ജ്ഞാനികൾ യോഗമെന്ന് പറയുന്നത്. യോഗസ്ഥനായി പ്രവർത്തിക്കണമെന്ന് കൃഷ്ണൻ അർജുനനോട് പറയുന്നു. എന്താണ് ഈ യോഗം? സദാ അസ്വസ്ഥങ്ങളായിരിക്കുന്ന ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് മനസ്സിനെ ഭഗവാനിൽ ഏകാഗ്രീകരിക്കലാണ് യോഗം. അർജുനൻ ക്ഷത്രിയനാണ്. ആ നിലയിൽ വർണ്ണാശ്രമ വ്യവസ്ഥയിൽ അദ്ദേഹത്തിന് പങ്കെടുക്കേണ്ടതുണ്ട്. ശ്ലോകം 49. ദൂരേണാഖ്യവരം കർമ്മ ബുദ്ധിയോഗാ ധനഞ്ജയ ബുദ്ധൗ ശരണമന്വിച്ഛ കൃപണാ ഫലഹേതവഃ. ദൂരേണ ഹി അവരം കർമ്മ ബുദ്ധി യോഗാത് ധനഞ്ജയ ബുദ്ധൗ ശരണം അന്വിച്ഛ കൃപണാഃ ഫലഹേതവഃ. ദൂരേണാഖ്യവരം കർമ്മ ബുദ്ധിയോഗാ ധനഞ്ജയ ബുദ്ധൗ ശരണമന്വിച്ഛ കൃപണാ ഫലഹേതവഃ. ഹേ ധനഞ്ജയ, സമത്വബുദ്ധി പുലർത്താതെ ചെയ്യുന്ന കാര്യകർമ്മങ്ങൾ സമത്വബുദ്ധിയോടുകൂടിയ കർമ്മത്തേക്കാൾ നികൃഷ്ടമാണെന്നതിൽ സംശയമില്ല. അതിനാൽ നീ സമത്വബുദ്ധിയെ ശരണം പ്രാപിച്ച് കർമ്മയോഗം അനുഷ്ഠിക്കുക. കർമ്മഫലങ്ങൾ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവർ കൃപണരാണ്. കൃഷ്ണാവബോധത്തോടെ ചെയ്യുന്ന കർമ്മങ്ങളൊഴികെ എല്ലാം നികൃഷ്ടങ്ങളാണ്. അവ ജനനമരണ ശൃംഖലയിൽ മനുഷ്യനെ തുടരെ തളച്ചിടുന്നു. അതുകൊണ്ട് കർമ്മത്തിന് ഹേതുഭൂതനാകാൻ ആരും ആഗ്രഹിച്ചുകൂടാ. ശ്ലോകം 50. ബുദ്ധിയുക്തോ ജഹാദീഹ ഉഭേ സുകൃതദുഷ്കൃതേ തസ്മാദ് യോഗായ യുജ്യസ്വ യോഗകർമ്മസു കൗശലം. ബുദ്ധിയുക്ത ജഹാദീഹ ഉഭേ സുകൃതദുഷ്കൃതേ തസ്മാത് യോഗായ യുജ്യസ്വ യോഗഃ കർമ്മസു കൗശലം. ബുദ്ധിയുക്തോ ജഹാദീഹ ഉഭേ സുകൃതദുഷ്കൃതേ തസ്മാത് യോഗായ യുജ്യസ്വ യോഗകർമ്മസു കൗശലം. സമത്വബുദ്ധി പുലർത്തിക്കൊണ്ട് കർമ്മയോഗം അനുഷ്ഠിക്കുന്ന ഒരാൾ കർമ്മത്തിൻ്റെ പുണ്യപാപഫലങ്ങൾ ഇവിടെ ഉപേക്ഷിച്ച് സംസാരസാഗരം കടന്നു പോകുന്നു. അതിനാൽ നീയും അതിനായി പരിശ്രമിക്കുക. ഇതത്രേ കർമ്മം ചെയ്തുകൊണ്ട് കർമ്മബന്ധങ്ങളെ അതിജീവിക്കാനുള്ള കൗശലം അഥവാ ഉപായം. അല്ലയോ അർജുന, കർമ്മകുശലതയാണ് യോഗം. സർവവിധേനയും എല്ലാ കർമ്മങ്ങളും ഭഗവാന് സ്വയം സമർപ്പണം ചെയ്തുകൊണ്ട്
കർമ്മബന്ധങ്ങളുടെ ചങ്ങലക്കെട്ടിൽ നിന്ന് മുക്തരാകുക എന്നതാണ് ഭഗവത്ഗീതയുടെ സന്ദേശം. അതുകൊണ്ട് കർമ്മഫലങ്ങളുടെ ശുദ്ധീകരണത്തിനുതകുന്ന കൃഷ്ണാവബോധത്തോടെ പ്രവർത്തിക്കാൻ അർജുനനെ ഭഗവാൻ ഉപദേശിക്കുന്നു. ഹരി ഓം.